ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതുവരെ കാണാൻ സാധിച്ചത്, അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ നിന്നും മനസ്സിലായത്, അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിൽ സംഭവിച്ചതുമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഇന്നലെ രാത്രിയിൽ പറയുന്നുണ്ട് ഇതുപോലെ റോക്കി സിജോയ്ക്ക് എന്നെ പേടിയാണ്, അതേസമയം സിജോയ്ക്ക് ജാസ്മിനെയും പേടിയാണ്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ സ്വന്തം ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ ഉദ്ദേശം ജാസ്മിൻ മുന്നിലേക്ക് കയറി വരും. ജാസ്മിൻ ഇപ്പോൾ വീക്കായിട്ട് ടീമിലാണുള്ളത്, അതുകൊണ്ട് ജാസ്മിൻ മാത്രമാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ജാസ്മിനെ ഒഴിവാക്കിയതാണ് മനഃപൂർവ്വം സിജോയും അതുപോലെ തന്നെ റോക്കി ഭായ് തമ്മിൽ ഇന്നലെ സംസാരമുണ്ടായിരുന്നു. അവരുടെ സൗഹൃദം കലിപ്പിലായി തീർന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടാസ്കോട് കൂടി ബിഗ് ബോസ് എല്ലാവരെയും അടിച്ചു പിരിഞ്ചാച്ച് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ സുരേഷിൻ്റെ സംസാരത്തിൽ നിന്ന് ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, സുരേഷ് മനഃപൂർവ്വം രതീഷിനിട്ട് പണി കൊടുത്തതാണ്. അപ്പോൾ രതീഷ് പറയുന്നത് എന്തായാലും അയാൾ വെറുതെ ഒന്നും ബിഗ് ബോസിൽ നിന്ന് പോകാൻ വേണ്ടി വന്നതല്ല. അതായത് രതീഷ് പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് പോയപ്പോൾ അത് വെച്ചുകൊണ്ടാണ് സുരേഷ് ഇങ്ങനെ പറഞ്ഞത്, അയാൾ ഇവിടെ തന്നെ നിൽക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് ഇതുപോലെ ജാൻമണിയെ പ്രൊവോക്ക് ചെയ്തു, അതുപോലെ തന്നെ സുരേഷ് തിരിച്ചു ഒരു പണി കൊടുത്തതാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇന്നലെ സുരേഷിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആർക്കും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് സുരേഷ്, യമുന, ഗബ്രി, അതുപോലെ തന്നെ നമ്മുടെ അൻസിബ, ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ജാൻമണി എങ്ങനെയുള്ള ആളാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഒരു സാധാരണ നിലയിൽ നിന്ന് കയറി വന്ന ഒരു അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി. അപ്പം ജാൻമണിയെ പ്രൊവോക്ക് ചെയ്ത് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് 100% അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് സുരേഷ് തീർച്ചയായും രതീഷിന് പണി കൊടുത്തത്. ഇപ്പം രതീഷ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അത് രതീഷിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൻ്റെ പേരിലാണ് രതീഷ് ഇറങ്ങിപ്പോയത്. അതേസമയം ജാൻമണിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം ജാൻമണി ഒരു പാവമാണെന്ന് നമുക്ക് ഇത്രത്തോളം കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരാൻ പോകുന്നത് സിജോയും അതുപോലെ തന്നെ ജാസ്മിനുമാണെന്നുള്ള കാര്യം ഇന്നലത്തെ ലൈവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. എന്തായാലും സിജോ പ്ലേ ചെയ്യുന്ന രീതി വെച്ച് നമുക്ക് നോക്കുമ്പോൾ തീർച്ചയായും സിജോ നല്ലതുപോലെ മുന്നിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം സിജോയെ ചവിട്ടി താഴ്ത്താനായിരിക്കും ബാക്കിയുള്ളവർ ശ്രമിക്കുക, അതായത് ജാസ്മിനെയും.